നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. സംസ്ഥാനത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗവർണർ ആർ.വി. ആർലേക്കറാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 അംഗ മന്ത്രിസഭയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ജൂൺ 15 മുതൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കും. ആശമാരുടെ വേതനം വർദ്ധിപ്പിച്ചതായും മുഖ്യമന്ത്രി. ടാങ്കറിൽ നിന്നും ആസിഡ് ചോർന്നു. കുന്നിക്കോടാണ് സംഭവം. വാഹനം നിർത്തിയിട്ട് ഡ്രൈവർ ഉറങ്ങുന്ന സമയത്താണ് ആസിഡ് ചോർന്നത്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വന്ന ടാങ്കറിലാണ് ചോർച്ചയുണ്ടായത്. എഴുകോൺ റെയിൽവേ സ്റ്റേഷന് സമീപം മരം വീണ് നാശനഷ്ടം. നിർമ്മാണം പൂർത്തീകരിച്ച വെയിറ്റിംഗ് ഷെഡ് മരം വീണ് തകർന്നു. തെന്മലയിൽ നിന്നും ഹരിപ്പാടിന് പോവുകയായിരുന്ന ബസിന് മുകളിലേക്കും മരം വീണു. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗവർണർ ആർ.വി. ആർലേക്കറാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 അംഗ മന്ത്രിസഭയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. സംസ്ഥാനത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗവർണർ ആർ.വി. ആർലേക്കറാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആവേശത്തോടെയാണ് സദസ്സ് എതിരേറ്റത്. ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഘടകകക്ഷികൾ ഉൾപ്പെടെ UDF-ലെ മുഴുവൻ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുഖ്യമന്ത്രി ഉൾപ്പെടെ കോൺഗ്രസിന് 12 മന്ത്രിമാരാണുള്ളത്.
ലീഗിലെ 5 മന്ത്രിമാരും കേരള കോൺഗ്രസ് RSP CMP കേരള കോൺഗ്രസ് ജേക്കബ് എന്നീ കക്ഷികളിലെ ഓരോ മന്ത്രിമാരുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി MP, പ്രിയങ്ക ഗാന്ധി MP, കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങി ദേശീയ നേതാക്കളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്. ടാങ്കറിൽ നിന്നും ആസിഡ് ചോർന്നു. കുന്നിക്കോടാണ് സംഭവം. വാഹനം നിർത്തിയിട്ട് ഡ്രൈവർ ഉറങ്ങുന്ന സമയത്താണ് ആസിഡ് ചോർന്നത്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വന്ന ടാങ്കറിലാണ് ചോർച്ചയുണ്ടായത്. കുന്നിക്കോടാണ് ടാങ്കറിൽ നിന്നും ആസിഡ് ചോർച്ചയുണ്ടായത്. പുലർച്ചെ 4 മണിയോടെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയ ടാങ്കറിലാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചോർന്നത്. വാഹനം നിർത്തിയിട്ടതിനു ശേഷം ഡ്രൈവർ ഉറക്കത്തിലായിരുന്നു. ഈ സമയത്താണ് ആസിഡ് ചോർന്നത്. സംഭവ സ്ഥലത്തു നിന്നും ഉയർന്ന തോതിൽ ആസിഡ് ചോരുകയായിരുന്നു. പുക ഉയർന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ കുന്നിക്കോട് പോലീസും പത്തനാപുരം അഗ്നിരക്ഷാ സേനയുടെയും വിളക്കുടി ഗ്രാമപഞ്ചായത്തിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സമയോചിതമായ ഇടപെടലിലാണ് അപകടം ഒഴിവായത്. ഇന്ന് നമ്മുടെ ഈ കുടുംബാരോഗ്യത്തിന്റെ മുൻപിലായിട്ട് നമുക്ക് ഇന്നൊരു വലിയൊരു സംഭവം ഉണ്ടായി. ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് വന്ന ഒരു ടാങ്കർ ലോറി ഇവിടെ നിർത്തിയിട്ട് ഡ്രൈവർ വിശ്രമിക്കുന്ന സമയം ആ ടാങ്കറിൽ നിന്നും പുക ഉയരുകയും അത് ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് കണ്ട് അത് മനസ്സിലാക്കി അങ്ങനെ പെട്ടെന്ന് അത് നോക്കിയപ്പോൾ ആസിഡ് ലീക്കായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് പെട്ടെന്ന് അത് KMMLലേക്ക് പോയ വണ്ടിയാണ്. അവിടുന്ന് ആൾക്കാർ ആംബുലൻസും ഫയർഫോഴ്സും എല്ലാം എത്തുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറൊരു ടാങ്കറിലേക്ക് ആസിഡ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഒരു പ്രശ്നമാണ് ഇവിടെ ഒഴിവായത്. അതിന് വേണ്ടുന്ന എല്ലാ പരിഹാരങ്ങളും ചെയ്ത് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ടാങ്കറിലേക്ക് ആസിഡ് മാറ്റി. അങ്ങനെയാണ് അപകടം ഒഴിവായത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വഴിയരികിൽ പാർക്ക് ചെയ്തിരുന്ന കാർ കത്തി നശിച്ചു. അഞ്ചൽ അഗസ്ത്യക്കോട് കലിങ്ങ് ജംഗ്ഷന് സമീപമാണ് അപകടം. അഗസ്ത്യക്കോട് സ്വദേശിയുടെ കാറാണ് കത്തി നശിച്ചത്. അഗ്നിരക്ഷാ യൂണിറ്റ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കാർ പൂർണ്ണമായും കത്തി നശിച്ചു. അഞ്ചൽ അഗസ്ത്യക്കോട് കലങ്ങ് ജംഗ്ഷന് സമീപമാണ് പാർക്ക് ചെയ്തിരുന്ന കാർ കത്തി നശിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:30ഓടെയായിരുന്നു സംഭവം. റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ നിന്ന് തീ ഉയരുന്നത് കണ്ട നാട്ടുകാരാണ് പുനലൂർ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റാണ് തീ അണച്ചത്. അഞ്ചൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. വന്നപ്പോൾ വണ്ടിയൊക്കെ കത്തുന്ന കണ്ടു. അങ്ങനെ ഫയർഫോഴ്സിനെ വിളിച്ച് ഫയർഫോഴ്സ് വന്ന് അണച്ച്. അപ്പോൾ അണച്ചപ്പോൾ വരാൻ സ്ഥലം താമസിച്ച് പോയി അവർ വന്നായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ വണ്ടി ഇവിടെ ഉള്ളതാണ്. കാറിന് ആഴ്ചയിൽ അപ്പുറത്തെയാണ് വണ്ടി എവിടെ വന്ന പിന്നെ അവിടെ ആളുടെ വണ്ടിയാണ്. പുള്ളി ഇവിടെ വന്ന് ചായ കുടിക്കാൻ പോയടിക്കാണ്. വണ്ടിയിൽ എന്താ എണ്ണ ലീക്കാന്നും പറഞ്ഞാണ് വന്നേക്കുന്നത്. അപ്പോൾ വന്നിട്ട് പുള്ളി ചായ കുടിക്കാൻ പോയിട്ട് വണ്ടി കത്തുന്ന കണ്ടു. അങ്ങനെ ജനങ്ങൾ നാട്ടുകാരെല്ലാം കൂടെ വിളിച്ച് ഫയർഫോഴ്സിനെ വിളിച്ചാണ് ഇത് അടച്ചത്. അഗസ്ത്യക്കോട് സ്വദേശിയുടെ കാറാണ് കത്തി നശിച്ചത്. കാർ പൂർണ്ണമായും കത്തി നശിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. താൻ സമുദായത്തിന് എതിരല്ലെന്ന് മുൻ മന്ത്രി KB ഗണേഷ് കുമാർ. തന്റെ പിതാവായ R ബാലകൃഷ്ണപിള്ളയുടെ നിർദ്ദേശാനുസരണം സമുദായത്തോടൊപ്പം ചേർന്ന് നിൽക്കുക മാത്രമാണ് താൻ ചെയ്തിട്ടുള്ളതെന്നും KB ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. NSSന്റെ ഔദ്യോഗിക നിലപാടിനോടൊപ്പമെന്ന് മുൻ NSS പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KB ഗണേഷ് കുമാർ. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയ ശേഷം ആദ്യമായി പുനലൂർ യൂണിയൻ ഓഫീസിലെത്തിയ ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴാണ് NSSനോടുള്ള പ്രതിബദ്ധത ഊന്നി പറഞ്ഞത്. NSSലുള്ള മുഴുവൻ അംഗങ്ങളോടും സ്നേഹവും ബഹുമാനവുമാണെന്നും തുടർന്നും NSSന്റെ പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ ഉണ്ടാകുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് NSS നേതൃത്വവുമായി ഇടഞ്ഞ ഗണേഷ് കുമാർ സമുദായ അംഗങ്ങൾക്കെതിരെ നടത്തിയ ചില പരാമർശങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാറിന് പ്രതികൂല ഘടകമായി. കഴിഞ്ഞ 25 വർഷം പത്തനാപുരത്ത് അജയ്യനായിരുന്ന KB ഗണേഷ് കുമാർ ഇക്കുറി പരാജയപ്പെട്ടതും ഈ വിഭാഗത്തിന്റെ വോട്ട് ലഭിക്കാത്തതിനാലാണെന്നാണ് വിലയിരുത്തൽ. എന്നാൽ താൻ സമുദായത്തിനെതിരല്ലെന്നും പിതാവായ R ബാലകൃഷ്ണപിള്ളയുടെ നിർദ്ദേശാനുസരണം സമുദായത്തോട് ചേർന്നു നിൽക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും KB ഗണേഷ് കുമാർ പറയുന്നു. വളരെ സന്തോഷമുണ്ട്. ഞാൻ പ്രസിഡന്റായിരുന്ന താലൂക്ക് യൂണിയൻ കമ്മിറ്റിയാണ്. ഞങ്ങൾ എല്ലാവരോടും ആലോചിച്ചാണ് ഇങ്ങനെ പദ്ധതി കൊണ്ടുവന്നത്. അത് ഏത് ബാങ്കിൽ നിക്ഷേപിക്കണം എന്നെല്ലാമുള്ള ആലോചന നടക്കുമ്പോഴാണ് കമ്മിറ്റി മാറിയത്. പുതിയ കമ്മിറ്റി വന്നു, നടപ്പിലാക്കിയത് വളരെ സന്തോഷമുണ്ട്. എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഞാൻ NSSനെതിരല്ല. എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ജനറൽ സെക്രട്ടറിയുടെ കൂടെ നിൽക്കണം, NSSന്റെ ഔദ്യോഗിക നിലപാടിനൊപ്പം നിൽക്കണം എന്ന് പറയുന്നത്. അത് കൃത്യമായി അനുസരിക്കും. NSSനോടും NSSലെ ഓരോ അംഗങ്ങളോടും സ്നേഹവും ബഹുമാനവും ഇഷ്ടവുമാണ്. 65 വർഷക്കാലം NSSനെ നയിച്ച R ബാലകൃഷ്ണപിള്ളയുടെ മകനാണ് ഞാൻ. എല്ലാ NSSലെ അംഗങ്ങളും കരയോഗാംഗങ്ങളും എനിക്ക് ബഹുമാനവും സ്നേഹവും ഉണ്ട്. എൻ്റെ സഹോദരങ്ങളാണ്, സഹോദരിമാരാണ്. അതുകൊണ്ട്
ഞാൻ വന്നു. ഇത് എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടതിൽ എല്ലാവരെയും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞ സന്തോഷമുണ്ട്. എപ്പോഴും NSSന്റെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ ഞാനുണ്ടാവും, ഒരു സംശയവും വേണ്ട. ഞാൻ അവിടെ മുന്നിൽ തന്നെ കാണും, ഒരു കുഴപ്പമില്ല. സന്തോഷമായിട്ടിരിക്കുക. NSSന്റെ മുൻനിരയിൽ തന്നെ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിതാവായ R. ബാലകൃഷ്ണപിള്ളയുടെ പേരിലുള്ള ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ ഗണേഷ് കുമാർ പുനലൂർ യൂണിയൻ ഓഫീസിലെത്തിയപ്പോഴാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. KP ഗോപാലൻ സ്മാരക ഗ്രന്ഥശാല മന്ദിരം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമോത്സവം, സാംസ്കാരിക സമ്മേളനം, പ്രതിഭാ പുരസ്കാര സമർപ്പണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന KP ഗോപാലന്റെ സ്മരണാർത്ഥം ചാത്തന്നൂർ ഉളിയനാടാണ് ഗ്രന്ഥശാല മന്ദിരം സ്ഥാപിച്ചത്. തൊഴിലാളി പ്രസ്ഥാനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന KP ഗോപാലന്റെ സ്മരണാർത്ഥമാണ് ചാത്തന്നൂർ ഉളിയനാട് KP ഗോപാലൻ സ്മാരക ഗ്രന്ഥശാല മന്ദിരം സ്ഥാപിച്ചത്. ഗ്രാമോത്സവം, സാംസ്കാരിക സമ്മേളനം, പ്രതിഭാ പുരസ്കാര സമർപ്പണം എന്നിവയോടെയാണ് മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മം നടത്തിയത്. നവീകരിച്ച മന്ദിരവും വായനാ സംസ്കാരവും 2020 പ്രവർത്തനം ആരംഭിച്ച ഗ്രന്ഥശാല ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കൂടുതൽ സൗകര്യങ്ങളോടെ വിപുലീകരിച്ചാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറിയത്. വൈവിധ്യമാർന്ന പുസ്തക ശേഖരം, റഫറൻസ് ലൈബ്രറി, കുട്ടികൾക്കായുള്ള പ്രത്യേക ബാലവേദി എന്നിവ ഉൾപ്പെടെ ആധുനികമായ എല്ലാ സജ്ജീകരണങ്ങളും പുതിയ മന്ദിരത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി VK മധു ഉദ്ഘാടനം നിർവഹിച്ചു. ഈ നല്ല നാടിനെ നടുമുറ്റത്ത് കൊത്തിച്ചു വെച്ച ഐശ്വര്യപൂർണമായ നിലവിളക്ക് പോലെ ഈ നാടിനാകെ വരുംകാലത്ത് വിജ്ഞാനത്തിന്റെ വെളിച്ചം വിതറുന്ന അക്ഷര കേന്ദ്രമായി ഗ്രന്ഥശാല ഉയർന്നു വരട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് ആശംസിക്കുക. ഒരു നാട്ടിൻപുറത്തൊരു ഗ്രന്ഥശാല എന്ന് പറയുന്നത് ഒരു പ്രതിഷ്ഠയാണ്, ഒരു ആരാധനാലയമാണ്, ഒരു വിശ്വാസ കേന്ദ്രമാണ്, ഒരു വിജ്ഞാന കേന്ദ്രമാണ്. ആ ഓരോ പ്രതിഷ്ഠയിലൂടെയും നാടിന്റെ ഹൃദയത്തിൽ അഷ്ടബന്ധമിട്ട് ഉറപ്പിക്കുന്ന ഓരോ പ്രതിഷ്ഠയിലൂടെയും ഒരു സന്ദേശമാണ്, അറിവിന്റെ ഒരു നിലാമഴയാണ് നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി പ്രതിഷ്ഠകൾ നടത്തി. കേരളത്തിന് പുറത്തുനിന്ന് അദ്ദേഹം തൃശ്ശൂരിനടുത്ത് കാരമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം നടത്തിയൊരു പ്രതിഷ്ഠ, ശ്രീകോവിലിനുള്ളിൽ അദ്ദേഹം നിറഞ്ഞു കത്തുന്ന ഒരു നിലവിളക്ക് കത്തിച്ചു. എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു വാചകം എഴുതി, തമസോ മാ ജ്യോതിർഗമയ, തമസോ ഇരുളിൽ നിന്നും മാ എന്നെ ജ്യോതിർഗമയ വെളിച്ചത്തിലേക്ക് നയിച്ചാൽ. സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കവിയും അധ്യാപകനുമായ ഡോക്ടർ തോട്ടം ഭുവനചന്ദ്രൻ നായർ നിർവഹിച്ചു. ഗ്രന്ഥശാല പ്രസിഡന്റ് P. ബിജു അധ്യക്ഷത വഹിച്ചു. KP ഗോപാലൻ അനുസ്മരണവും ഇതോടനുബന്ധിച്ച് നടന്നു. ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S. സുശീല ദേവി റഫറൻസ് ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R. ദിലീപ് ബാലവേദി കലോത്സവം ഉദ്ഘാടനം ചെയ്തു. പുസ്തക സമാഹരണത്തിന്റെ ഉദ്ഘാടനം കൊല്ലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് P. ശശികലാവതി നിർവഹിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം BS ശ്രീലേഖ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പ്രദീപ് കുമാർ പാരിപ്പള്ളി എന്നിവർ ചേർന്ന വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ചിറക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് കൃഷ്ണൻ, ഗ്രന്ഥശാല സെക്രട്ടറി TR ദീപു, ജോയിന്റ് സെക്രട്ടറി R. അനിൽകുമാർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തീപ്പെട്ടിക്കൊള്ളി കയറ്റിപ്പോയ ലോറി മറിഞ്ഞ് അപകടം. തെന്മല ഉറുക്കുന്ന് ആമക്കുളത്തിലാണ് അപകടം. 100 അടി താഴ്ചയിലേക്ക് ലോറി മറിയുകയായിരുന്നു. അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു. തെന്മല ഉറുകുന്ന് ആമക്കുളത്തിൽ തിങ്കളാഴ്ച പുലർച്ചെ 1:30 അപകടം. തീപ്പെട്ടിക്കൊള്ളി കയറ്റിപ്പോയ ലോറി 100 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. കൊല്ലത്തു നിന്നും തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഉറുകുന്ന് ഒറ്റക്കൽ കയറ്റം കയറുന്നതിനിടെ മുന്നിൽ പോയ ചരക്ക് ലോറി കയറ്റത്തിൽ നിന്നതിനെ തുടർന്ന് പിന്നാലെ വന്ന ലോറിക്ക് ഓവർടേക്ക് ചെയ്യാൻ സാധിച്ചില്ല. തുടർന്ന് വാഹനം ഓഫായി റിവേഴ്സിൽ നിയന്ത്രണം വിട്ട് ആമക്കുളത്തിലേക്ക് പല കരണം മറിയുകയായിരുന്നു. അപകട വിവരം അറിഞ്ഞെത്തിയ നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ചേർന്നാണ് ഡ്രൈവറെ ലോറിയിൽ നിന്നും പുറത്തെടുത്തത്. ഇദ്ദേഹത്തെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തെന്മല. എഴുകോൺ റെയിൽവേ സ്റ്റേഷന് സമീപം മരം വീണ് നാശനഷ്ടം. നിർമ്മാണം പൂർത്തീകരിച്ച വെയിറ്റിംഗ് ഷെഡ് മരം വീണ് തകർന്നു. തെന്മലയിൽ നിന്നും ഹരിപ്പാടിന് പോവുകയായിരുന്ന ബസിന് മുകളിലേക്കും മരം വീണു. ആളപായമില്ല. ഇതേ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത തടസ്സം ഉണ്ടായി. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ എഴുകോണിലായിരുന്നു സംഭവം. എഴുകോൺ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ കാട് പിടിച്ചു കിടക്കുന്ന ഭാഗത്തു നിന്ന മരമാണ് ദേശീയപാതയിലേക്ക് ഒടിഞ്ഞു വീണത്.
റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിർമ്മാണം കഴിഞ്ഞ് ഉദ്ഘാടനം കാത്ത് കഴിയുന്ന വെയിറ്റിംഗ് ഷെഡിന് മുകളിലേക്കാണ് മരം ഒടിഞ്ഞു വീണത്. നമുക്ക് ഈ മരങ്ങളെല്ലാം നമുക്ക് ഭയങ്കര ഭയകരമായിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഈ മരം തന്നെ ആ ചുവന്ന പൂടിച്ചിരിക്കുന്ന മരം സൈഡിലോട്ട് ചാഞ്ഞ് നിൽക്കുന്നത് കണ്ടു. ഇലക്ട്രിസിറ്റിക്കാർ വന്ന് ഫോട്ടോ എടുത്ത് മാറുന്നതിന് മുമ്പായിട്ട് തന്നെ അത് പൊട്ടി നിലത്ത് വീണു. അടുത്ത മരവും കൂടെ ചേർന്ന് പൊട്ടി നിലത്തേക്ക് വീണു. അവിടെ ഒരു ടൂറിസ്റ്റ് വണ്ടി ഉണ്ടായിരുന്നു, അതിന്റെ മുകളിലേക്കാണ് മറിഞ്ഞത്. ലൈനും നമ്മുടെ വെയിറ്റിംഗ് ഷെഡും ഉള്ളത് കൊണ്ട് അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. അതിൽ തട്ടി നിന്നതുകൊണ്ടാണ് വണ്ടിയുടെ മേളിൽ നിന്ന ആളുകളെല്ലാം നമ്മൾ സുരക്ഷിതമായി ഇറക്കി സൈഡിലേക്ക് മാറ്റിയത്. ഭയങ്കര പേടിയാ. ഇപ്പൊ തന്നെ ഈ വലിയ മരം ഈ പുളിവാഹ നിൽക്കുന്നത് തന്നെ ഭയങ്കര ഭയമായിട്ട് നിൽക്കുക. നമുക്കത് മുറിച്ച് മാറ്റണമെന്ന് നമ്മള് പലവട്ടവും ആവശ്യപ്പെട്ടിട്ടുള്ളതാ. അപ്പം അത് എത്രയും പെട്ടെന്ന് അത് ഈ അപകടകരമായിട്ടുള്ള ഭാഗങ്ങളെങ്കിലും മുറിച്ച് മാറ്റി തരണം. ഇതുവഴി കടന്നു പോവുകയായിരുന്ന വാഹനത്തിന് മുകളിലേക്കും മരം വീണു. തെന്മല ഭാഗത്തു നിന്നും ഹരിപ്പാട്ടേക്ക് പോവുകയായിരുന്ന ബസിന് മുകളിലേക്കാണ് മരം വീണത്. 17 യാത്രക്കാരുൾപ്പെടെ 18 പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ആരും ഇറങ്ങി ഓടരുതെന്ന് ഡ്രൈവർ പറഞ്ഞതിനെ തുടർന്നാണ് യാത്രക്കാർ വാഹനത്തിനകത്തു തന്നെ ഇരുന്നതിനാൽ അപകടം ഒഴിവായി. നമ്മള് കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലത്തോട്ട് വരുമായിരുന്നു. 10-17 പേരേ ഉള്ളു. ഇവിടെ എത്തിയപ്പോ ഈ ലൈൻ കമ്പിയിട്ട് ഷോർട്ട് ആവുന്ന സൗണ്ട് കേട്ടു. അപ്പൊ ഞാൻ പെറുക്കി വന്ന് ചവിട്ടി കൊടുത്തതിന് ഈ മരം ചില്ല ഇനി പൊടിഞ്ഞു വീഴുമായിരുന്നു. ഒറ്റയടിക്ക് ഇനി വീഴുമായിരുന്നു. വെയിറ്റിംഗ് ഷെഡ് ഈ വീണത് പിന്നെ ഞാൻ കാണുന്നത്. നമ്മുടെ ചില്ലയെല്ലാം പെട്ടെന്ന് തന്നെയല്ലേ. ആൾക്കാർക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ സൈഡ് ഇവിടെ ആയിരുന്നു. ലൈനൊക്കെ ഷോർട്ട് ആവുന്ന ഞാൻ പറഞ്ഞ ആളെ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. ആൾക്കാർക്കൊന്നും കുഴപ്പമില്ല. അതെ, മെയിൻ ഗ്ലാസും പൊട്ടിയിട്ടുണ്ട്. ആ സൈഡ് ഞങ്ങളെ ഹരിപ്പാടിന്ന് തെന്മല വന്നിട്ട് കൊല്ലത്തോട്ട് ഒരാളെ ഡ്രോപ്പ് ചെയ്യാനും ഉണ്ടായിരുന്നു. ടൂറായിരുന്നു. രാവിലെ പോയിട്ട് തിരിച്ച് കൊല്ലത്തെ ആളെ ഇറക്കിയിട്ട് ഞങ്ങൾ ഹരിപ്പാട് തിരിച്ചു പോകാം. 17 19 സീറ്റ് ഉണ്ട്. അത് തന്നെ ആൾക്കാർക്കാർക്കും പരിക്കില്ലാത്ത തന്നെ വലിയ വണ്ടി നമുക്ക് എങ്ങനെയും നിർത്തിയെടുക്കാം. ഇതേ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. എഴുകോൺ ജംഗ്ഷനിൽ നിന്നും ചീരങ്കാവ് ജംഗ്ഷനിൽ നിന്നും പോലീസ് എത്തി വാഹനങ്ങൾ തിരിച്ചുവിട്ടു. കുണ്ടറയിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ, എഴുകോൺ. ഇരുവശവും കാട് വളർന്ന് കൊല്ലം തിരുമംഗലം ദേശീയപാത. പുനലൂർ മുതൽ ആര്യങ്കാവ് വരെ റോഡിന്റെ ഇരുവശങ്ങളിലും കാട് വളർന്നു നിൽക്കുകയാണ്. മിക്കയിടങ്ങളിലും ഡ്രൈവർമാരുടെ കാഴ്ച മറയുന്ന സ്ഥിതിയുണ്ട്. പശ്ചിമഘട്ട മേഖല ആരംഭിക്കുന്ന പുനലൂർ മുതൽ സംസ്ഥാന അതിർത്തിയായ ആര്യങ്കാവ് വരെ ദേശീയപാതയുടെ ഇരുഭാഗത്തും കാട് വളർന്നു കിടക്കുകയാണ്. ആൾപ്പൊക്കത്തിൽ വളർന്ന ഡ്രൈവർമാരുടെ കാഴ്ച മറയ്ക്കുന്ന കാട് പാതയിൽ നിരന്തരം അപകടങ്ങൾക്കും കാരണമാകുന്നു. വലിയ കൊക്കകൾ നിറഞ്ഞ വാളക്കോട്, കലയനാട്, താമരപ്പള്ളി, പ്ലാച്ചേരി ഭാഗങ്ങളിലെല്ലാം കാട് അപകടത്തിന് ഇടയാക്കുകയാണ്. 100 അടി വരെ താഴ്ചയുള്ള ഈ ഭാഗങ്ങളിൽ റോഡിന്റെ വീതി സംബന്ധിച്ച ധാരണ പോലും ഡ്രൈവർമാർക്ക് ലഭിക്കുന്നില്ല. രാത്രിയിലാണ് ഇത് ഏറ്റവും അധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക. മിക്ക രാത്രികളിലും കാടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഇഴജന്തുക്കളെ റോഡിൽ കണ്ട് വാഹനയാത്രികർ ഭയപ്പെടുന്നുമുണ്ട്. 8 അടി വരെ ഉയരത്തിൽ വളരുന്ന കരിമ്പിന് സമാനമായ പുൽച്ചെടിയാണ് ദേശീയപാതയുടെ വശങ്ങളിൽ വാഹനങ്ങളെ അപകടത്തിലാക്കുന്ന രീതിയിൽ വളർന്നു നിൽക്കുന്നത്. റബ്ബർ തോട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഭാഗങ്ങളിൽ മ്യൂഗിന ബ്രാക്ടീരിയേറ്റ ഇനത്തിലുള്ള തോട്ടപ്പയർ റോഡിലേക്ക് വളർന്നിറങ്ങുന്നത് മറ്റൊരു അപകടമാണ്. പാതയിലെ മിക്ക ദിശാസൂചക ബോർഡുകളിലും തോട്ടപ്പയർ പടർന്നതിനാൽ സ്ഥലപരിചയമില്ലാത്ത ദീർഘദൂര യാത്രികർ ദിശ അറിയാനാകാതെ വലയുന്നുണ്ട്. പലയിടത്തും പുൽച്ചെടികൾ ഇത്തരം ദിശാസൂചക ബോർഡുകൾ മറയ്ക്കുന്നുമുണ്ട്. പ്ലാച്ചേരി പോലെ ശരാശരി 7 മീറ്റർ വരെ മാത്രം വീതിയുള്ള ഭാഗങ്ങളിൽ വലിയ അപകട സാധ്യതയാണ് കാട് സൃഷ്ടിക്കുന്നത്. പലയിടത്തും സംരക്ഷണ ഭിത്തികളില്ല. എതിരെ വരുന്ന വാഹനങ്ങൾക്ക് വശം കൊടുക്കുമ്പോൾ കൊക്കയിലേക്ക് മറിയാനുള്ള സാധ്യതയും ഏറെയാണ്. കാട് നീക്കി ഗതാഗതം സുഗമമാക്കാൻ നടപടി ഉണ്ടാകുന്നുമില്ല. വേനൽ മഴ ശക്തമായതോടെ കാട് പടരുകയാണ്. ഇതുമൂലം റോഡിൽ ടാർ ചെയ്ത ഭാഗം മാത്രമേ ഗതാഗതത്തിന് ഉതകുന്നുള്ളൂ. കാൽനട യാത്രക്കാർക്കാകട്ടെ നടന്നു പോകാനുള്ള സ്ഥലം ലഭിക്കുന്നുമില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. NSS പത്തനാപുരം യൂണിയനിൽ R. ബാലകൃഷ്ണപിള്ള ക്യാൻസർ പെൻഷൻ പദ്ധതിക്ക് തുടക്കം. രോഗികൾക്ക് പ്രതിമാസം 1000 രൂപ സഹായം നൽകുന്നതാണ് പദ്ധതി. പത്തനാപുരം താലൂക്ക് NSS കരയോഗ യൂണിയന്റെ R. ബാലകൃഷ്ണപിള്ള ക്യാൻസർ പെൻഷൻ പദ്ധതിക്കാണ് തുടക്കമായത്. 148 കരയോഗങ്ങളിലെയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും ക്യാൻസർ ബാധിതരുമായ ഒരാൾക്ക് വീതം പ്രതിമാസം 1000 രൂപ വീതം സഹായം നൽകുന്നതാണ് പദ്ധതി. ഇതിനാവശ്യമായ 2.46 കോടി രൂപ ബാങ്കിൽ നിക്ഷേപിച്ച
അതിന്റെ പ്രതിമാസ പലിശ രോഗബാധിതരുടെ അക്കൗണ്ടുകളിൽ നേരിട്ടെത്തിക്കുന്ന വിധമാണ് പദ്ധതി ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സമ്മേളനത്തിൽ 1500-ലധികം പ്രതിനിധികൾ പങ്കെടുത്തു. യൂണിയൻ അഡ്ഹോ കമ്മിറ്റി ചെയർമാൻ കരിക്കത്തിൽ തങ്കപ്പൻപിള്ള ക്യാൻസർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 65 വർഷക്കാലം പത്രാപുരം താലൂക്ക് NSS നയിച്ച ശ്രീ ആർ ബാലകൃഷ്ണ സാറിന്റെ നിർദ്ദേശത്തിൽ ഈ താലൂക്കിൽപ്പെട്ട 148 കരിയോഗങ്ങളിൽ നിന്നും ഒരു കരിയോഗത്തിൽ നിന്നും ഒരാളിനെ വീതം ക്യാൻസർ ബാധിച്ചിട്ടുള്ള ആളിനെ കരിയോഗം തിരഞ്ഞെടുത്തുവിട്ട് കമ്മിറ്റി പരിശോധിച്ച് 107 പേരുടെ അപേക്ഷകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. 17 കരിയോഗത്തിൽ പ്രതിനിധികൾ ഇല്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റുള്ളവര് അപേക്ഷകളുമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ കേട്ടിരിക്കുന്ന അറിവ്. എന്തായാലും ഒരു കരിയോഗ അംഗത്തിന് മാസം 1000 രൂപ വെച്ച് എല്ലാ മാസവും അവരുടെ കയ്യിൽ എത്തത്തക്ക രീതി അനുസരിച്ച് അവർ തന്നിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ കിട്ടത്തക്ക രീതി അനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത മാസം 2-ാം തീയതിയോടുകൂടി തന്നെ ഈ അറിയുന്ന പൈസ അവരവരുടെ അക്കൗണ്ടുകളിലെത്തും. ഇത് ഇത്രയും താമസിച്ച് പോയതുകൊണ്ടാണ് 17-ാം തീയതി ആയിപ്പോയത്. ഈ 17-ാം തീയതി ഇന്ന് നമ്മൾ നൽകുന്ന ഈ സംഭാവന നാളെ രാവിലെ 10 മണിക്ക് നിങ്ങൾക്ക് നിങ്ങൾ തന്നിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും മാറിയെടുക്കാവുന്നതാണ്. ഈ കരയോഗത്തിൽ ഈ യൂണിയന്റെ കീഴിലുള്ള കരയോഗങ്ങളിൽ പാവപ്പെട്ട ആളുകളെ സഹായിക്കുക എന്നുള്ള ഇതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനാണ് നിലവിലുള്ള കമ്മിറ്റി ആലോചിച്ചിരിക്കുന്നത്. കിടപ്പ് രോഗികൾക്ക് സംഭാവനകൾ കൊടുക്കണമെന്ന് ആലോചനയുണ്ട്. അതുപോലെ കരയോഗ മണ്ഡലത്തിന്റെ പണികൾ പൂർത്തീകരിക്കുന്നതിന് കരയോഗക്കാർക്ക് കൊടുക്കുന്ന സംഭാവനകൾ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് നിർബന്ധരായ എല്ലാ കരയോഗങ്ങളെയും സന്ദർശിച്ച് ഇല്ലായ്മ പരിഹരിച്ച് മുന്നോട്ട് പോകത്തക്ക രീതി അനുസരിച്ചാണ് താലൂക്ക് ആലോചിച്ചിട്ടുള്ളത്. ഇവിടെ പെൻഷൻ പദ്ധതി ഉൾപ്പെടെയുള്ള എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്നതിനും ഇതിനുവേണ്ടി മുൻകൈ എടുത്തിരിക്കുന്ന ജയപ്രകാശം അജി ഉൾപ്പെടെയുള്ള ചന്ദ്രനൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടി വളരെ കഷ്ടപ്പെട്ട അനുസരിച്ചാണ് ഈ ക്രമീകരണങ്ങൾ ഇത്രയും ചെയ്തിരിക്കുന്നത്. എല്ലാ മേഖലയിലും മേഖലാ സമ്മേളനങ്ങൾ വിളിച്ചുകൊടുത്തി അവരോടെല്ലാം ഈ പദ്ധതിയെ കുറിച്ച് വിശദീകരിക്കുകയും അതിന്റെ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നതിന് വേണ്ടി അവരുടെ എല്ലാ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും. ഭരണസമിതി അംഗം ജെ രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. ജി ജയപ്രകാശ് പദ്ധതി വിശദീകരിച്ചു. യൂണിയൻ സെക്രട്ടറി ആർ അരുൺരാജ്, ജി ചന്ദ്രശേഖരൻപിള്ള, അരീക്കൽ പ്രദീപ്, ആർ വേണുകുമാർ, ആർ അജികുമാർ, പത്മകുമാർ, ഷൺമുഖൻപിള്ള, NR ഗോപകുമാർ, GL വിനയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊട്ടാരക്കരയിലെ മാവടി എന്ന ചെറുഗ്രാമത്തിൽ നിന്നും സംസ്ഥാന മന്ത്രിപദത്തിലേക്ക് ഓരോ ചുവടിലും രാഷ്ട്രീയം നിറഞ്ഞു നിൽക്കുന്ന യാത്ര. PC വിഷ്ണുനാഥ് എന്ന യുവ നേതാവിന്റെ ആദ്യ മന്ത്രിസ്ഥാനത്തേക്കുള്ള പ്രയാണത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കാം. 48-ാം വയസ്സിൽ തന്നെ തേടിയെത്തിയ ഈ മന്ത്രിസ്ഥാനം ഇരു കൈയും നീട്ടി തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഈ യുവ നേതാവ് ഏറ്റെടുത്തത്. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ KSU യൂണിറ്റ് സെക്രട്ടറിയായി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച PC വിഷ്ണുനാഥ് KSU സംസ്ഥാന പ്രസിഡന്റായും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായും പ്രവർത്തിച്ചു. യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി, KPCC ജനറൽ സെക്രട്ടറി, KPCC വൈസ് പ്രസിഡന്റ് എന്നീ ചുമതലകളും വഹിച്ചിട്ടുണ്ട്. PC വിഷ്ണുനാഥ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. PT തോമസ് ചെയർമാനായിരുന്ന മാനവ സംസ്കൃതിയുടെ വൈസ് ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട്. AICC സെക്രട്ടറി ആയിരിക്കെ കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള നിർണായക ഘട്ടങ്ങളിൽ പാർട്ടി ചുമതല വഹിച്ചിരുന്നു. 2006 ആദ്യമായി ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 2006 നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആയിരുന്നു PC വിഷ്ണുനാഥ്. 2011-ലും 2016-ലും ചെങ്ങന്നൂരിൽ നിന്ന് തന്നെ ജനവിധി തേടിയെങ്കിലും 2016-ൽ പരാജയപ്പെട്ടു. 2021-ൽ കുണ്ടറ മണ്ഡലത്തിൽ നിന്ന് മുൻമന്ത്രി J മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്തി വീണ്ടും നിയമസഭയിലെത്തി. നിലവിൽ KPCC വർക്കിംഗ് പ്രസിഡന്റാണ്. പുത്തൂർ മാവടി പാലോട്ട് വൈഷ്ണവം വീട്ടിൽ വാട്ടർ അതോറിറ്റി ജീവനക്കാരനായിരുന്ന പരേതനായ ചെല്ലപ്പൻ പിള്ളയുടെയും ലീലയുടെയും ഇളയ മകനാണ്.
പ്രശസ്ത കന്നഡ കവയിത്രിയും എഴുത്തുകാരിയുമായ കനകാഹാമയാണ് ഭാര്യ. അന്നപൂർണേശ്വരി ദേവിയാണ് മകൾ. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ജൂൺ 15 മുതൽ KSRTC ബസുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കും. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആശമാരുടെ വേതനം വർദ്ധിപ്പിച്ചതായും ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് UDF മുന്നോട്ട് വെച്ച 5 ഗ്യാരണ്ടികൾ സംബന്ധിച്ച ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനം കൈക്കൊണ്ടതായി മുഖ്യമന്ത്രി VD സതീശൻ. ആദ്യ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കും. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF 5 ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിലെ 2 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഒന്ന് KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധം ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. അതിന്റെ വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ജൂൺ 15 മുതൽ, അടുത്ത മാസം 15-ാം തീയതി മുതൽ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആരംഭിക്കും. വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കും. രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനത്ത് വയോജനങ്ങൾക്കായി പ്രത്യേകം വകുപ്പ് രൂപീകരിക്കുന്നത്. ഏറ്റവും നന്നായി ഈ വകുപ്പ് നടപ്പാക്കിയ രാജ്യം ജപ്പാനാണ്. അവരുടെ മാതൃക പരിശോധിച്ചായിരിക്കും ഇവിടെ ആ വകുപ്പ് കൊണ്ടുവരികയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ 2 ഗ്യാരണ്ടികളാണ് ഏറ്റവും ആദ്യം നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഒരു വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കും എന്ന് ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ കേൾക്കുമ്പോൾ അത് തീരുമാനമെടുത്തിട്ടുണ്ട്. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നു, എൻ്റെ അറിവിൽ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ വകുപ്പ് രൂപീകരിക്കുന്നത്. ഞങ്ങൾ ആ വകുപ്പ് രൂപീകരിച്ചതിന് ശേഷം ഇത് ഏറ്റവും ഭംഗിയായി നടപ്പാക്കിയ രാജ്യം ജപ്പാനാണ്. ഏറ്റവും ഭംഗിയായി വയോജനങ്ങളുടെ ഒരു ജീവിതം തന്നെ മാറ്റിമറിച്ച വിപ്ലവകരമായ ഒരു നടപടിയാണ് ജപ്പാനിലെ ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചത്. നമുക്കിപ്പോൾ എല്ലാം ചെയ്യാനുള്ള പരിമിതികൾ നമുക്കുണ്ട്, എങ്കിലും ആ മോഡൽ കൂടി പരിശോധിക്കും. അതിനുള്ള ഒരു നല്ല സ്റ്റഡി അടുത്ത 1-2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കി കേരളത്തിലെ വയോജനങ്ങളെ, ഞാൻ കരുതുന്നത് ഒരു സമൂഹം പരിഷ്കൃതമാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള ഒരു അളവുകോൽ ആ സമൂഹത്തിലെ മുതിർന്ന ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ്. സമരം അവസാനിപ്പിക്കുന്നതിന് മുമ്പും അവസാനിപ്പിക്കുന്ന ദിവസവും ആശാവർക്കർമാരുടെ സമരപ്പന്തലിൽ പോയയാളാണ് താൻ. ആദ്യത്തെ ക്യാബിനറ്റിൽ അവർക്കുള്ള സഹായങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങുമെന്ന് അവർക്ക് വാക്കുകൊടുത്തയാളാണ് ഞാൻ. അതിന്റെ ഭാഗമായി ആദ്യഘട്ടമെന്ന നിലയിൽ അവർക്ക് 3000 രൂപയുടെ വർധനവ് പ്രഖ്യാപിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. റിട്ടയർമെന്റ് ബെനിഫിറ്റ് സംബന്ധിച്ച യോഗം അടുത്ത 1 മാസത്തിനുള്ളിൽ തീരുമാനിച്ച് പ്രഖ്യാപിക്കും. കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു ഘട്ടം കൂടി പ്രഖ്യാപിക്കും. ആശാവർക്കർമാർക്ക് നൽകിയ വാക്ക് പാലിക്കും. ആശാവർക്കർമാരുടെ പന്തലിൽ പോയി സമരം അവസാനിപ്പിക്കുന്നതിന് മുമ്പും സമരം അവസാനിപ്പിച്ച ദിവസം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ സഹായങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങും. എല്ലാം അവരാവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ചെയ്യണമെന്ന് നമുക്കുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മളൊരു സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു പഠനങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. എങ്കിലും ആദ്യഘട്ടത്തിലായി അവർക്ക് 3000 രൂപയുടെ വർധനവ് പ്രഖ്യാപിക്കുകയാണ് ആദ്യത്തെ ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു. റിട്ടയർമെന്റ് ബെനിഫിറ്റിനെ സംബന്ധിച്ചിട്ടുള്ള യോഗം അടുത്ത 1 മാസത്തിനുള്ളിൽ തന്നെ അതുകൂടി തീരുമാനിച്ചു പ്രഖ്യാപിക്കും. കാരണം അതിൻ്റെ കുറച്ച് ഫിനാൻഷ്യൽ ലയബിലിറ്റിയും മറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വളരെ പെട്ടെന്നല്ലേ, നമ്മളിപ്പോൾ ചാർജ് എടുത്താലേ നമുക്കിതൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ. അവർക്ക് വരാനുള്ള ചില കാലതാമസങ്ങൾ കൊണ്ട് മാത്രമാണ്. അംഗനവാടി ജീവനക്കാരുടെയും സഹായികളുടെയും പ്രശ്നങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഞങ്ങൾ തന്നെ സഭയിൽ ഉന്നയിച്ചിട്ടുള്ളതാണ്. അവരുടെ കാര്യം മറന്നുപോയിട്ടില്ല. വലിയ തുകയൊന്നുമല്ലെങ്കിലും 1000 രൂപയെങ്കിലും വർദ്ധിപ്പിക്കുമെന്ന് VD സതീശൻ പറഞ്ഞു. അംഗൻവാടി ജീവനക്കാരുടെ, വർക്കർമാർ, ഹെൽപ്പർമാർ, അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് അറിയാം. ഞാൻ തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അവരുടെ കാര്യം മറന്നുപോയിട്ടില്ല എന്ന് അവരെ ഓർപ്പിക്കാൻ കൂടി വലിയ തുകയൊന്നുമല്ല, 1000 രൂപ അവരുടെ വരുമാനത്തിൽ വർദ്ധിപ്പിക്കാം. വലിയ തുകയൊന്നുമല്ലത്. അവർക്ക് 14,500 രൂപയും 15,000 രൂപയുടെ നിലവിൽ കിട്ടുന്നത്. അതിനോട് 1000 രൂപ കൂടി. സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെടുമ്പോൾ അവരുടെ കാര്യം മറന്നുപോയില്ല, നിങ്ങളുടെ കാര്യവും ഞങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്ന പാവങ്ങളോടുള്ള ഒരു മെസ്സേജാണ് 1000 രൂപ കൂട്ടിയത്. സംസ്ഥാനത്തെ പാചക തൊഴിലാളികളുടെ വേതനം 1000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ആയമാരുടെയും ഓണറേറിയം 1000 രൂപ കൂട്ടിയിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യതകൾ പരിശോധിച്ച ശേഷമാണ് ഈ വർധനവുകൾ വരുത്തിയിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗവർണർ RV ആർലേക്കറാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്.
മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 അംഗ മന്ത്രിസഭയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ജൂൺ 15 മുതൽ KSRTC ബസുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കും. ആശമാരുടെ വേതനം വർദ്ധിപ്പിച്ചതായും മുഖ്യമന്ത്രി. ടാങ്കറിൽ നിന്നും ആസിഡ് ചോർന്നു. കുന്നിക്കോടാണ് സംഭവം. വാഹനം നിർത്തിയിട്ട് ഡ്രൈവർ ഉറങ്ങുന്ന സമയത്താണ് ആസിഡ് ചോർന്നത്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വന്ന ടാങ്കറിലാണ് ചോർച്ചയുണ്ടായത്. എഴുകോൺ റെയിൽവേ സ്റ്റേഷന് സമീപം മരം വീണ് നാശനഷ്ടം. നിർമ്മാണം പൂർത്തീകരിച്ച വെയിറ്റിംഗ് ഷെഡ് മരം വീണ് തകർന്നു. തെന്മലയിൽ നിന്നും ഹരിപ്പാടിന് പോവുകയായിരുന്ന ബസിന് മുകളിലേക്കും മരം വീണു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.